ഹലോ ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ? നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു അൽഹംദുലില്ലാ. 2 ദിവസം മുന്നേ തലവേദനയൊക്കെ ആയിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ പ്രഷറൊക്കെ എനിക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ക്ഷീണം. ഞാനിതിന് വോയിസ് കൊടുക്കാനാവില്ല, വ്ളോഗാക്കി ചെയ്യാമെന്ന് കരുതിയിരുന്നു കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തു നോക്കി. പിന്നെ ഞാനതേ കട്ട് ചെയ്തിട്ട് രണ്ടാമത് എടുത്താട്ടോ. എനിക്ക് കഴിയണില്ല സംസാരിക്കാനൊന്നും. അപ്പോൾ എന്താ വെച്ചാൽ തളർന്ന് പോവുക, ആകെ കുഴക്കും ക്ഷീണമൊക്കെ. അപ്പോൾ ഗ്ലൂക്കോസ് ഏറ്റിക്കാണ്ട് പോരണമെന്നുണ്ട്. പ്രഷർ നന്നായിട്ട് കുറയുന്നുണ്ട്, ബ്ലഡ് കമ്മിയുണ്ട്. അതിനുള്ള ഗുളിക കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഡോക്ടറെ അടുത്ത് പോയിരുന്നു, ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നന്നായിട്ട് പാലില്ലാണ്ടാണ്, പാല് കുടിക്കണ ബേബിയാളില്ലേ, 2 ബേബിയാളല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല ക്ഷീണമൊക്കെ വരുന്നത് പറഞ്ഞു കേട്ടോ. ഡോക്ടർ കുറച്ച് മരുന്നൊക്കെ എഴുതി തന്നു. അപ്പോൾ ഒരു സുന്ദരി പെണ്ണിൻ്റെ പേര് പറയാട്ടോ, നിസ്ന ഫാത്തിമ. നിസ്ന ഫാത്തിമ കാണുന്നുണ്ടെങ്കിൽ താത്താ പേര് താത്താ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഓളം വെച്ച് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു, ഇത്താനോട് എൻ്റെ പേര് പറയുമെന്ന് പറയാൻ കേട്ടോ. ഒരുപാട് ഇഷ്ടമാണ് എന്നെ. എന്താ ഇപ്പോൾ ഇവിടെ ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടണമെന്നായിരിക്കൂലേ, ഇവിടെ മക്കളുണ്ട് എന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ അവർക്ക് ലേസം ബിരിയാണി വെച്ച് കൊടുക്കട്ടെ കേട്ടോ. മക്കളൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം എന്ന് കരുതിയിരുന്നു. അപ്പോൾ എനിക്ക് തീരെ വയ്യായിട്ടേ. അപ്പോൾ നമുക്ക് കിറ്റിലൊക്കെ കിട്ടിയിരുന്നല്ലോ, നമ്മളെ സിലുത്താൻ്റെ കിറ്റിലൊക്കെ ഉണ്ടായിരുന്നു 2 കിലോ അരിയൊക്കെ. അപ്പോൾ നമ്മൾ ചോറൊന്നും വെച്ചിട്ടില്ലല്ലോ, നമ്മളന്ന് പെരുന്നാൾക്ക് കൊടുന്നിക്കല്ലേ, മന്തിച്ചോറ് കൊടുന്നിക്കല്ലേ. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ വെച്ച് കൊടുക്കാമെന്ന് കരുതിക്കാണ്ടേ. അപ്പോൾ രാവിലെ തന്നെ ഇതിനിറങ്ങിയേക്കാണ് കേട്ടോ. ഉള്ളിയൊക്കെ ഞാനൊക്കെ വൃത്തിയാക്കി കഴുകി വെച്ച് കാണ്ടാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്തത് കേട്ടോ. മറ്റേതൊക്കെ പാടെ ഒരു തപ്പിപ്പിടുത്തായിരിക്കും മക്കളെ. ഇന്നിപ്പോൾ ഷെയ്മോളിൽ തന്നെ വല്ലാതെ കിട്ടൂല, കുട്ടികളൊക്കെ ഉണ്ടായിട്ടേ ഓല കൂടെ കളിക്കാൻ പോയിട്ടോ. അപ്പം അമ്മാൻ്റെ വിശേഷങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. അമ്മാനൊന്ന് ഡിസ്ചാർജ് ചെയ്യുമായിരിക്കും. റിസൾട്ടൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിലെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ബുദ്ധിമുട്ടുകൾ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മക്ക് ഇങ്ങനെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ സ്ട്രോക്ക് കൊണ്ടാട്ടോ. അപ്പോൾ അതാക്കണ ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടിയിട്ടേ ഞാനങ്ങനെ ആദ്യം തന്നെ ചെമ്പും കോടാലിയൊന്നും എടുക്കലില്ല കേട്ടോ മക്കളെ. ഇതൊക്കെ ഞാനിത് കഴുകി വൃത്തിയാക്കി വെച്ച് തൊലി കളഞ്ഞ് വെച്ചത് തന്നെ എന്താ വെച്ചാൽ നമുക്ക് എനിക്കിപ്പോൾ ഒന്ന് ഭയങ്കര ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ അല്ലേ. അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ അതൊക്കെ പാടെ എല്ലാം കൂടി കാട്ടിക്കൂട്ടാൻ കഴിയൂലെന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ എന്താ കാര്യമായിട്ട് ചെയ്യലെന്ന് ചോദിച്ചാൽ ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തുകാണ്ടേ ഉള്ളി വെട്ടിക്കാണ്ട് ഉള്ളി ആ ചട്ടിക്ക് തന്നെയാണ് ഇടലാട്ടോ. 2 അങ്ങനെയാണ് വെക്കും. അപ്പോൾ ആ വലിയ കുക്കറിലാണ്, 10 ലിറ്ററിൻ്റെ കുക്കറാട്ടോ. അപ്പോൾ 1 കിലോ വെക്കുക, ബാക്കി എന്തെങ്കിലും ചോറ് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ കുത്തുമ്പോൾ അയക്കാണ് ഇടുക. അങ്ങനെ കാട്ടലാട്ടോ ഞാൻ. കുക്കറിലാവുമ്പോൾ 10 മിനിറ്റ് മതി കേട്ടോ. നല്ല സുഖം, പെട്ടെന്നാവും. അപ്പം നമ്മളൊരു തട്ടിക്കൂട്ട് ബിരിയാണി കേട്ടോ. എല്ലാ സാധനങ്ങളൊന്നുമില്ല, എന്നാലും ഉള്ളിനനുസരിച്ച് ബിരിയാണി ആയിട്ടില്ലേലും ബിരിയാവും കേട്ടോ. നിങ്ങൾ പറയാം അത് ബിരിയാണി ആയിട്ടില്ല തത്താ പറയട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ബിരിയാണി ഉണ്ടാക്കാം. ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും. സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉഷാറാക്കി ഉണ്ടാക്കും കേട്ടോ. അപ്പം മക്കളെ പൂതിയല്ലേ, പിന്നെ എനിക്ക് ഒന്നാമത് വെയ്യാനും. അപ്പം ഞാൻ എന്താ കാര്യമായിട്ട് കാട്ടിൽ വെച്ചാൽ ആ 2 പാത്രം അങ്ങനെ വെക്കും. നമ്മളെ ചീനച്ചട്ടിയിൽ ഉള്ളി വറുക്കാനില്ലേ, ഉള്ളി മൂപ്പിക്കുമല്ലോ നമ്മൾ ആ ബിരിയാണിക്കില്ലേ, അതിനുള്ള സാധനങ്ങളും വെക്കും. മറ്റേൽ ഞാൻ ഉള്ളി വാട്ടും കേട്ടോ, നമ്മളെ ഇറച്ചിക്ക് മസാലക്കും വേണ്ടിക്കാണ്ട്. അപ്പോൾ പെട്ടെന്ന് പണി കഴിയും. നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കൊന്നും വേണ്ടല്ലോ. ഞാൻ ഉള്ളിയൊന്നും അരിഞ്ഞ് വെക്കലും ഇല്ല കേട്ടോ. 2ക്കും അങ്ങനെ ഉള്ളി അരിയും. എങ്ങനെ വെച്ചാൽ ചെറുതാക്കിക്കാണ്ട് ഞാൻ അതിക്ക് അങ്ങനെ അരിഞ്ഞിടും കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടില്ലേ ആ ചീനച്ചട്ടിക്ക് അങ്ങനെ അരിഞ്ഞിടണം. അപ്പം അതിൻ്റെ വലിയ കഷ്ണങ്ങൾ ഞാൻ നമ്മളെ കുക്കർക്ക് ഇടും കേട്ടോ. എന്നാൽ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി മസാലകളൊക്കെ ഇട്ടാൽ ഇറച്ചി അതിക്കിടാലോ. അപ്പോൾ ഇറച്ചി ഞാൻ ഒരട്ടം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. മെല്ലെ ഒന്നും കഴുകിയിട്ടുള്ളൂ, നന്നായിട്ടൊന്നും കഴുകിയിട്ടില്ല. അപ്പോൾ ഷെയ്മോൾ അറിയണ്ട് ഞാൻ കഴുകാം അമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം എന്നാൽ ഓള് കഴുകിക്കോട്ടെ. ഞാൻ അവളെ സമ്മതിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഓള് കഴുകിയാലും ഞാനൊന്ന് നോക്കും, ഇറച്ചിയൊക്കെ അല്ലേ. അപ്പോൾ ആ ചോരൻ്റെ ഇതൊക്കെ ഉണ്ടാവും, തൂവലൊക്കെ ഉണ്ടാവില്ലേ, എത്ര കഴുകിയാലും വൃത്തിയാവില്ല. അപ്പം ഞാനൊന്ന് ആദ്യം തന്നെ ഒന്നും കഴുകി വെച്ചിരുന്നു. അപ്പോൾ ഇതാക്കണ് ഓള് ഇറച്ചി കഴുകാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒപ്പിച്ചാണ് കൂട്ടല, പെട്ടെന്നാണ് ആക്കി കൂട്ടല കേട്ടോ. അതിനായിട്ട് ഞാൻ തലയിക്കെട്ടും മാക്സിയൊക്കെ മടക്കി കുത്തി തലയിലൊക്കെ തട്ടൊക്കെ ചുറ്റി മടക്കി ഇതിനൊന്നും ഞാൻ നിൽക്കലില്ല. പണ്ടേ അങ്ങനെ തന്നെ കേട്ടോ. പെട്ടെന്നാണ് വിചാരിച്ച ആ പണി പെട്ടെന്നാണ് തീരും. ഇന്നിപ്പോൾ ഭയങ്കര ക്ഷീണവും നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വ്ളോഗായിട്ട് ചെയ്യാണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. സലാം പറഞ്ഞുകാണ്ട് ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞടിയിൽ എനിക്ക് ഇങ്ങനെ തല മിന്ന ആകെ ഇങ്ങനെ വിയർത്തൊലിക്കുക മക്കളെ. അപ്പം ഞാൻ എന്ത് ചെയ്യും, വേണം ക്യാമറ ഓഫ് ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയിലും ക്യാമറ ഓഫ് ആവണമുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിക്ചർ എടുത്ത് വെച്ചാൽ നമുക്ക് വോയിസ് കൊടുക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ അതാകണം ഉള്ളിയൊക്കെ വെട്ടിക്കാണ്ട് കുക്കർക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഒന്നാണ് വാട്ടിയെടുക്കട്ടെ. ആ തക്കാളി ഇട്ടുകാണ്ട് മല്ലിച്ചപ്പൊക്കെ ഇട്ടുകാണ്ട് ചതവൊക്കെ ഞാൻ ആദ്യമാണ് ആക്കി വെച്ചു കേട്ടോ. ചതവൊക്കെ ഞാൻ അങ്ങനെ ആക്കി വെക്കല കേട്ടോ. എല്ലാം കൂടി ഇട്ടുകാണ്ട് അങ്ങോട്ടേ ചതവാണ് ആക്കി വെച്ചാൽ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിക്കഴിഞ്ഞാൽ അതിക്കാൻ ഇട്ടാൽ പോലെ. പിന്നെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇറച്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചോറ് ഊറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് കുറച്ച്
വേവ് ഏറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ കുഴപ്പമില്ല. അപ്പം ഞാൻ 15 മിനിറ്റാണ് ഞാൻ ഇടൽ കേട്ടോ കുക്കറിൽ. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഇറച്ചി ഒന്നും കൂടി ഒന്നാണ് വേവിച്ചാൽ മതി കേട്ടോ. ആ ഇറച്ചി നമ്മളൊന്നാണ് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കോഴിയല്ലേ, കോഴി അങ്ങനെ വല്ലാതെ വേവിച്ചൊന്നും വേണ്ടല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കൽ കേട്ടോ. അപ്പം നാളെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോഴേ നമ്മളെ ജാതിക്കും ജാതിപത്രിയൊക്കെ പൊടിച്ച് വെച്ചിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഇട്ട് കേട്ടോ. കാക്കുവിനോട് ഇന്ന് ഞാൻ രാവിലെ സാധനം വാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ, അണ്ടിപ്പരിപ്പ് മുന്തിരി കൊണ്ടുവരേണ്ടിയായിരുന്നു. ബിരിയാണിക്ക് എന്തേലൊക്കെ ഒന്ന് ഇടുമ്പോൾ ഒരു രസമല്ലേ മക്കളെ. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് നട്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇടുകയാണ് കേട്ടോ. പിന്നെന്താ, വോയിസ് കൊടുക്കുമ്പോൾ തപ്പിത്തരയിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ മുറിച്ചാ ചെയ്യണം. അപ്പോൾ ഭയങ്കര നമുക്ക് ഇങ്ങനെ വോയിസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ മറ്റുമ്പോൾ നിങ്ങൾക്ക് അറിയണതല്ലേ, ഞാനങ്ങനെ വോയിസ് കൊടുത്തുകൊണ്ടേക്കും. പഴയതും എല്ലാം പുതിയതും എല്ലാം കുത്തി നിറച്ച് അങ്ങനെ പറയുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ പറയാൻ കിട്ടണില്ല കേട്ടോ. നമ്മളിപ്പോൾ ഗ്ലൂക്കോസ് കയറ്റാനൊക്കെ പോകണം കരുതി ഇങ്ങനെ നിൽക്കുക. എന്താ വെച്ചാൽ തീരെ വയ്യ, ഭയങ്കര ക്ഷീണമൊക്കെ. അപ്പോൾ പ്രഷർ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ, ബസ് കയറിയ പോലെ യന്ത്ര ഊഞ്ഞാലിൽ കയറിയ പോലെ ഇങ്ങനെ നിൽക്കുമ്പോഴേ അങ്ങനെ ആടുക ഞാൻ. അതുപോലെ അങ്ങനെ വിയർത്ത് ഒലിക്കും ചെയ്യുക. അപ്പം അല്ലാതെ തന്നെ ചൂടാണ്. ഇപ്പം നമുക്ക് പ്രഷറും കുറഞ്ഞു കഴിഞ്ഞാൽ വീഴാൻ പോണ പോലെയൊക്കെ തോന്നുമല്ലോ അല്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ പോയി കിടക്കുകയൊക്കെ ചെയ്യൂട്ടോ. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമ്പോൾ ഞാൻ വീഴാനൊന്നും നിൽക്കില്ല. ആദ്യമൊക്കെ അങ്ങനെ വീണിട്ടേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യുക, അങ്ങനെ തോന്നുമ്പോൾ ഞാൻ പെട്ടെന്നാണ് പോയി കിടക്കും കേട്ടോ. കാക്കുവായാലും പറയുക, അത് പെട്ടെന്നാണ്ട് അതാണ് ഓഫ് ചെയ്തുകൊണ്ട് എന്നിട്ട് പോയി കിടന്നുകൊണ്ട് അത് വീഴോളം കാത്ത് കണ്ട ഈ അറിയട്ടോ. നമ്മളെന്താ ചെയ്യുക അടുക്കളയിലല്ലേ, അതാണ് മുഴുവനാട്ടെ അറിയും. എല്ലാം റെഡി ആയിക്കാണ്ട് ദമ്മിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണല്ലോ അല്ലേ. അപ്പോൾ അതാക്കണ് തക്കാളി ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. കരിയേപ്പിൻ്റെ ഇല ഇട്ടോ കേട്ടോ. മുളകും പൊടി മറന്നിട്ടാ കേട്ടോ. ഞാൻ മുളകും പൊടി അങ്ങനെ വല്ലാതെ ചേർക്കലില്ല കേട്ടോ മക്കളെ. ചതവിൽ പച്ചമുളക് ചേർക്കും, പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കൽ കേട്ടോ. അത് മറന്നുകാണ്ടൊക്കെ ചെയ്താൽ ഒക്കെ ഒരു അന്തം വിടലാണ് ചില നേരത്തെ. ഒന്നാമത് ഈ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ നമുക്കില്ലേ ഒരു തപ്പിത്തയ്യലാരും. പിന്നെ നമ്മളിത് ഈ പിക്ചർ കണ്ട് വോയിസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചിരിയും വരും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യണ പ്രവർത്തികളൊന്നും അല്ലേ ആയിരിക്കും ചെയ്തത്, ഒക്കെ മറന്നു പോയിക്കും. ഒരു വെത്തപ്പാടാണ്, ഒക്കെപ്പാടൊരു കഥകുതിയല്ലേ. അപ്പം മക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. മിന്നൂസിനെയും പൊന്നൂസിനെയും ഒക്കെ മക്കളൊക്കെ നോക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ റിതു ട്യൂഷന് പോയിട്ടുണ്ട് കേട്ടോ. റിതു ഇപ്പോൾ വരും. അപ്പോൾ ഓൻ വരുമ്പോഴത്തേന് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. രാവിലെ ഭക്ഷണമൊന്നും കഴിക്കൂല ചെറുക്കം, ഒന്നും കഴിക്കാതെ പോകും കേട്ടോ. അപ്പോൾ എന്തായിരിക്കും എന്നായിരിക്കില്ലേ വായിലിട്ട്. അതൊരു 10 രൂപേൻ്റെ പാക്കാട്ടോ, പാനിപൂരി പോലെ ഒരു ഉണ്ട പാക്കാണ്. അപ്പം മക്കൾക്ക് എപ്പോഴും കാക്കു പുറത്തുനിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഇല്ലാതെ അകത്തേക്ക് കയറി വരൂല കേട്ടോ. അത് ചിലവരൊരു വീക്ക്നെസ് ആയിരിക്കും അല്ലേ. നമ്മളെ മക്കൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ കാക്കൂൻ്റെ ബൈക്കിൻ്റെ ഒച്ചയാണ് കേട്ടാൽ, ഇപ്പം നമ്മളെ മിന്നും പൊന്നും ഉണ്ടല്ലോ, ഓല് വരെ ഡൈനിങ് ഹാളിലും അടുക്കളയിലൊക്കെ ഉണ്ടെങ്കിൽ മിന്നും പൊന്നൊക്കെ നിരങ്ങിയിട്ട് പോട്ടോ. മുട്ടുത്തുന്ന പ്രായത്തിലൊക്കെ മുട്ടുത്തി ഒരാൾ നടന്നും വീണിട്ടൊക്കെ പോവും. എന്നിട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കരയും കേട്ടോ. നിന്നുകാണ്ട് അങ്ങനെ കരയും. എന്താ വെച്ചാൽ നമ്മളെ ഷെയ്മോളും മിച്ചും ലീനും റിതുവൊക്കെ മുന്നിൽ ചെല്ലും കേട്ടോ. റിതുവൊക്കെ 15 വയസ്സായി പറഞ്ഞിട്ട് കാര്യമില്ല. കാക്കുവിൻ്റെ വണ്ടീൻ്റെ ഒച്ച കേട്ടാൽ ഓടിച്ചെല്ലും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നറിയാം. അപ്പോൾ കാക്കു എന്തെങ്കിലുമൊക്കെ അല്ലാതെ വരൂല. ഒന്നുമില്ലെങ്കിൽ ഒരു 10 റുപ്യേൻ്റെ കുടലും ബേക്കെങ്കിലും കൊണ്ടുവരും കേട്ടോ. അപ്പോൾ സ്ഥിരം ഇങ്ങനെ 10 റുപ്യേൻ്റെ കുടലും ബേക്ക് കൊണ്ടുവരാം. എന്താ വെച്ചാൽ മിന്നൂനും പൊന്നൂനും ഭയങ്കര ഇഷ്ടമാണ്. ഓൽക്കത് തിന്നാൻ വയ്ക്കും. മറ്റേ മിഠായിയൊക്കെ തിന്നു കേട്ടോ. മിന്നൊക്കെ കൊടുത്താൽ അത് കിട്ടുവോളം കരഞ്ഞിട്ട് വയ്ക്കൂല. അത് തൊലി കഴിക്കണീൻ്റെ മുന്നേ വായിക്കിടലും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പം ഇന്നലെ രാത്രി പുറത്ത് പോയി വന്നപ്പോഴേ കാക്കു കൊടുന്ന ഒരു പാനിപ്പൂരിൻ്റെ മാതിരി സാധനം കേട്ടോ. അപ്പോൾ അത് റിതുവിന് എടുത്ത് വെച്ചതാണ് കാക്കു. എല്ലാവർക്കും ഇരണ്ടീച്ച കൊടുത്തിരുന്നു കേട്ടോ. മക്കളൊക്കെ ഏട്ടത്തിൻ്റെ മക്കളൊക്കെ ഉണ്ട് പറഞ്ഞില്ല, ഓൽക്കൊക്കെ ഇരണ്ടീച്ച കൊടുത്തുകാണ്ട് 2 നമ്മളെ റിതുവിന് 2 3 എടുത്ത് വെച്ചാൽ കേട്ടോ. ഞാനൊന്ന് തിന്നു നോക്കിയതാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, അങ്ങനെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതാക്കണ നമ്മളെ ചുമ്മാ വന്നിങ്ങനെ പാളി നോക്കിക്കൊണ്ട് കേട്ടോ. ഓളെ അണ്ടിപ്പരിപ്പ് തരികയാണ് കേട്ടോ അതിന് എടുത്തുകാണ്ട്. അപ്പോൾ അതിന് ഞാൻ ഓളെ കുറേ ഒരട്ടം ചീത്തറിന് ആട്ടിയതാണ്. അപ്പോൾ അതാക്കണ് ഓള് ഇറച്ചിയൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ ഷെയ്മോള്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ, നുള്ളി പെറുക്കി നോക്കട്ടെ, എവിടെയെങ്കിലും ചോരൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ ഷെയ്മോളെയാണ്. നിങ്ങളതിലൊന്നും കാണൂല കേട്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഞാൻ കേൾക്കും പറഞ്ഞു. അപ്പോൾ എല്ലാം ഓള് നോക്കിയിട്ട് തന്നെ ചെയ്തത് കേട്ടോ. എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഓള്. അപ്പോൾ ഇതാക്കണ് ഓരോന്നയക്കാണ്ട് ഞാൻ എടുത്തിടണ എന്താ വെച്ചാൽ അതിൻ്റെ അടിയിൽ ഇതാക്കണം കേട്ടോ മക്കളെ. അണ്ടിപ്പരിപ്പിന് കച്ചറ കൂടി ക്യാമറ ഒക്കെ ഓഫ് ചെയ്തു കേട്ടോ ഞാൻ. അപ്പോൾ അതിന് കരിയായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ നമ്മൾ വീട്ടിലൊക്കെ അങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ ഞാനൊരു 50 റുപ്യക്ക് കാക്കുവിന് സോപ്പിട്ട് കാണ്ട് കൊണ്ടുവച്ചതായിരുന്നു. അപ്പോൾ അതിന് നിലം വിളിയൊക്കെ കൂടിയപ്പോൾ ഞാനൊന്നാണ് ക്യാമറ ഓഫ് ചെയ്ത് കുറേ ചീത്തയൊക്കെ പറഞ്ഞുകാണ്ട് പിന്നെ അങ്ങനെ കൊടുത്തു കേട്ടോ. എന്താ വെച്ചാൽ ഒരാൾക്ക് കൊടുത്താൽ പോരാ, ഒരാൾക്ക് കൊടുത്താൽ മറ്റവരൊക്കെ കരയും. ഷെയ്മോള് വരെ എനിക്കും വേണം പറയാം. അപ്പം പിന്നെ അതാണ് കൊടുക്കാത്തത് കേട്ടോ. ഓള് പിന്നെ ഒരു പൊട്ടിത്തെറി കുട്ടിയാണ് നമ്മളെ ചുമ്മ.
അപ്പോൾ ഓൾക്കത് കൊടുത്തു കേട്ടോ. അതാണ് ഇറച്ചിയൊക്കെ നുള്ളി പൊറുക്കിക്കാണ്ട് ഇങ്ങനെ ഇടുന്നുണ്ട് ഞാൻ. എന്താ വേറെ പാത്രത്തിൽ ഇടുന്നതെന്നായിരിക്കൂലേ. അതിൻ്റെ കക്ക്, കരൾ, അതിൻ്റെ ലിവറും കരളൊക്കെ ഒന്ന് തന്നെയല്ലേ മക്കളെ. പിന്നെ നമ്മളെ പെട്ടി, കഴുത്ത്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി വെക്കും കേട്ടോ. എന്തിനാ വെച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കുക, ഉരുളങ്കിഴങ്ങ് ഇട്ട് കാണ്ടിട്ടോ രാവിലേക്ക്. അപ്പോൾ അപ്പത്തേക്കൊക്കെ നല്ല കറിയാവുമല്ലോ അല്ലേ, നല്ല ടേസ്റ്റുള്ള കറി ഉണ്ടാക്കുമൊന്നുമില്ലെങ്കിൽ. എന്തായിരിക്കും എന്നായിരിക്കൂലേ. അത് നമ്മൾ സിലുവിൻ്റെ കിറ്റിലുണ്ടായിരുന്ന കേട്ടോ. എന്താ പാലക്കാടൻ ദം ബിരിയാണി അല്ലല്ലേ, തലശ്ശേരി ദം ബിരിയാണി കേട്ടോ. അപ്പോൾ ആ പൊടി ഇപ്പോൾ ഞാനവിടെ പാത്തച്ചിക്കായിരുന്നു. എത്തപ്പം അമ്മക്ക് അതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കുകയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു കുട്ടികളോട് അതൊന്ന് അയക്കൊന്നും ഇട്ട് കണ്ടൊന്നും ചോയറ്റട്ടെ, എന്തായിരിക്കും അതിൻ്റെ സ്മെല്ല്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിതുവരെ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാനത് വാങ്ങിച്ചിട്ടുമില്ല. നമ്മളങ്ങനത്തെ ബിരിയാണി ഒന്നും ഉണ്ടാക്കില്ല. നമ്മൾ ഈ മലപ്പുറക്കാരുണ്ടാക്കണ പോലെയല്ലേ ഉണ്ടാക്കുള്ളൂ. അങ്ങനത്തെ ഒന്നും ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പം അന്ന് അയക്കം ഇട്ട് നോക്കിയാലേ അല്ല, അപ്പോൾ ആ മസാല കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലല്ലോ. നല്ല നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ അയക്കിട്ട് കാണ്ടൊന്ന് മണത്ത് നോക്കിയപ്പോൾ വേറൊരു സ്മെല്ല് വന്നു. അപ്പോൾ നമ്മൾ മിന്നൂസ് അതാക്കണം. മിന്നൂസല്ല പൊന്നൂസാട്ടോ. അപ്പോൾ ഏട്ടത്തിൻ്റെ മോള് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കുട്ടീനെ, അതിൻ്റെ ഇടയിൽ കൂടെ ക്യാമറയും. അപ്പോൾ ഒരു മക്കളൊക്കെ നിലത്തു കൂടെ അങ്ങനെ കളിച്ച് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓല് എടുക്കണം കേട്ടോ. നിലത്തേക്ക് ഇപ്പോൾ കളിക്കാനയക്കൂല. ഓല് കുട്ടികളെ കാണുമ്പോൾ ഓൽക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വായൻ്റെ ഇലയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ വലിയൊരു വായൻ്റെ ഇല ഒക്കെ ആകെ കീറി മുറിച്ചുകാണ്ടൊക്കെയാണ് കൊടുന്നിക്കണത് കേട്ടോ. ബാക്കിയുള്ള കഴിഞ്ഞാൽ ഓൽക്ക് അങ്ങനെ വെച്ച് കൊടുക്കുക, കഴുകി വൃത്തിയാക്കിയാണ്. എന്നാൽ അതിൽ ചോറ് വിളമ്പിയാൽ മതിയല്ലോ. മറ്റേ പ്ലേറ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കഴുകണ്ടേ. എന്നിപ്പോൾ എനിക്കൊന്നിനും വയ്യല്ലോ. പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ ഇനിയിപ്പോൾ ആ പാത്രം മുറിക്കാനൊന്നും ആവില്ല എന്ന് കരുതിക്കാണ്ട് അപ്പം ഞാനതാണ് കാട്ടി കൂട്ടിയാട്ടോ. എനിക്ക് ഭയങ്കര പൊറുതിയാടാണ് മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ. നമ്മളോടക്ക് വരുന്ന കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് വെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഉണ്ണിയപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് മക്കൾക്ക്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് വെയ്യാത്തതുകൊണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് നോക്കിയില്ല. എന്തെങ്കിലുമൊക്കെ ലേസാണ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയുണ്ട്. അപ്പോൾ വായൻ്റെ ഇല വാട്ടിക്കാണ്ട് നന്നായി കഴുകിയിട്ട് അതിക്ക് വെച്ചിട്ടോ. ആകെ കീറമാറാപ്പയിക്കണം ആ വായൻ്റെ ഇല മക്കളെ. അപ്പോൾ ചോറ് കുറച്ച് വേവ് ഏറിയിട്ടുണ്ട് കേട്ടോ. ആ ചോറ് ഞാൻ ഇനിക്ക് തട്ടട്ടെ കേട്ടോ. അപ്പോൾ ഇതിൽ മൊത്തം കൊള്ളലുണ്ട് കേട്ടോ. 1 കിലോന് ഇറച്ചിയും 1.5 കിലോനൊക്കെ ചോറും കൊള്ളൂ കേട്ടോ. ചില ചോറ് 1 കിലോനൊക്കെ കൊള്ളുള്ളൂ. അപ്പോൾ ഇത് ഞാൻ 1.5 എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ചോറ് ഇനി ഞാൻ ലാസ്റ്റ് കുത്തുമ്പോൾ അയക്കാൻ ഇടും കേട്ടോ. പിന്നെ തുള്ളി നെയ്യ് എന്തെങ്കിലുമൊക്കെ ഉറ്റിച്ചാലേ അതാണ് മിക്സ് ആവുമല്ലോ. അപ്പോൾ അതാക്കണ് അതിൻ്റെ മുകളിൽ കൂടെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയുമല്ലോ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ക്യാമറ ഇങ്ങനെ ചെരിച്ച് വെക്കുകൊണ്ടിരുന്നു. അപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ലായിരുന്നു അപ്പോൾ കേട്ടോ. അപ്പം ഞാനത് ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ റെഡി ആക്കുമ്പോൾ ഒന്നാണ് വെക്കുക. കാണാൻ നല്ല ഭംഗിയല്ലേ. അങ്ങനെയൊക്കെ ചെയ്യണം. ഇങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമല്ലോ. ഞാൻ സ്പൂണും കോരിയും കയ്യിലും പാത്രമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കൈ കൊണ്ടാണ് ചെയ്യല കേട്ടോ. നമ്മളൊക്കെ അങ്ങനെ വീട്ടിൽ ചെയ്യലില്ലേ, കൈയൊക്കെ കഴുകാണ്ടാണ് ചെയ്താൽ പോരെ. അതൊക്കെ ചൊറുക്കിനും മാണ്ടിക്കാണ്ട് കമ്പിയും കുളത്തൊക്കെ എടുത്താൽ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ എന്താ കാട്ടിക്കണ്, കൈ കൊണ്ടാണ് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം മസാലിൻ്റെ പൊടി ഞാൻ പറഞ്ഞില്ല, ജാതിക്കയും ജാതിപത്രിൻ്റെയൊക്കെ പൊടി ഉണ്ടായിരുന്നു. അത് ഇട്ടുകാണ്ടേ ഒന്ന് ലേസം ഇട്ട് 2 ഏലക്കായും കുത്തിയിട്ട് നമ്മളെ ഉള്ളി മൂപ്പിച്ചപ്പോൾ ലേസം പൊടി ഇട്ടിരുന്നു ഞാൻ കേട്ടോ, മസാലപ്പൊടി. അപ്പോൾ അത് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ വിതറി. അങ്ങനെ 3-4 സ്റ്റെപ്പൊക്കെ ആയിട്ട് ഉണ്ടാക്കും. ഇത് ഞാനിപ്പോൾ ഒരു 3 സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് ചോറ് തോനുണ്ടല്ലോ. അപ്പോൾ ലേസിച്ച ലെയറായിക്കാണ്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്കൊക്കെ. അങ്ങനെയല്ലേ. ഇത് ഇനി കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റാണ് കേട്ടോ. വേവ് നല്ല വെന്തിട്ടില്ലെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ വെക്കും ഞാൻ. അപ്പം നല്ല തീയിൽ തന്നെ ഇടുക കേട്ടോ. ഫുള്ളിൽ തന്നെയാണ് ഇടുക. എന്താ വെച്ചാൽ അതൊരു 10 മിനിറ്റ് അതിൻ്റെ അടിയിൽ നീര് ഇറങ്ങിക്കാണ്ട് ഇറച്ചിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പം അതിൽ കിടന്നുകാണ്ട് പിന്നെ നമ്മളെ തൈരും സുറുക്കയൊക്കെ ലേസം പാർന്നിട്ടില്ലേ, അത് പിന്നെ കോഴിയിൽ തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളെ ഷെയ്മോള് ഉള്ളിയൊക്കെ മുറിച്ചിക്കാണ്ട് തൈരൊക്കെ ഉണ്ടാക്കിയൊക്കെ ഞാൻ അവളോട് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി. പിന്നെ കാത്ത് കണ്ടപ്പോൾ ഞാൻ അപ്പം പോയി കിടക്കും, ഞാൻ വീഴാനായിട്ടുണ്ട് കാരണം. അപ്പോൾ ഓള് വേഗം ഉള്ളിയൊക്കെ മുറിച്ചിക്കാണ്ട് 2 തക്കാളിൻ്റെ കണ്ടൊക്കെ ഇട്ടുകാണ്ട് നമ്മളെ തൈരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചാറ് ലേസം അവിടെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അയിമ അങ്ങോട്ട് പോവട്ടെ. ഇനിയിപ്പോൾ ദമ്മിട്ടിട്ട് പോയിക്കാണ്ടേ മക്കളൊന്ന് മേലൊക്കെ കഴുകണം, ബേബിയാളെ കേട്ടോ. മേലൊക്കെ കഴുകിയാണ്ട് ഓൾക്ക് വലിയ ഭക്ഷണം ഞാൻ രാവിലെ അപ്പം ഉണ്ടാക്കിയപ്പോഴേ. അപ്പോൾ രാവിലെ അപ്പമൊക്കെ കഴിക്കൂട്ടോ. ഭയങ്കര സന്തോഷമാണ് നമ്മളൊക്കെ കഴിക്കുമ്പോഴേ. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനെന്താ കേട്ടോ രാവിലെ ഇന്നിപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കി, അതേപോലെ ഇങ്ങനെ മമ്പയർ ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ കൊടുത്തപ്പോഴേ 2 ആളും തിന്നു കേട്ടോ.
പിന്നെ ഭയങ്കര വലിയ ടെൻഷനൊന്നുമില്ല. മറ്റൊരു 10 മണിയാകുമ്പോൾ നമുക്കൊരു അമ്മമാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ കുട്ടികളെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കാഞ്ഞാൽ. അപ്പോൾ ഇനി കുളിപ്പിച്ചിട്ടില്ലെങ്കിലും ഒരു 10-11 മണിയായാലും മേല് കഴുകിക്കാണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കും കേട്ടോ. കുട്ടികളല്ലേ, വിശപ്പുണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ തിരക്കടില്ല, നമുക്ക് പാല് രണ്ടും കൊടുക്കാം. ഇതിപ്പോൾ 2 കുട്ടികളാകുമ്പോൾ 2 പേർക്കും ഓരോന്നല്ലേ, അപ്പോൾ അതിലൊന്നും ഇപ്പോൾ വല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇതാക്കണ ലേസം ഞാൻ അതിൻ്റെ വാട്ടിയ എണ്ണ ഉണ്ടല്ലോ അതതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പറഞ്ഞു. അതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പൊക്കെ നമ്മളെ ഷെയ്മോൾ ഇട്ടാ കേട്ടോ. കൈകൊണ്ടൊക്കെ ഇങ്ങനെ ലൈക്കൊക്കെ തരുന്നത് നമ്മളെ ഏട്ടത്തിൻ്റെ മോളാണ്. അപ്പോൾ കുക്കറിൻ്റെ അത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താപ്പം അതിന് പറയുക, ആ സാധനം പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാനെന്താ ചെയ്തിരിക്കണം, അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു നല്ല തുണിക്കഷ്ണം കഴുകി വൃത്തിയാക്കിയാണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചുകൊണ്ട് എടുത്തു കേട്ടോ. അപ്പം എന്നാൽ ആവിയൊന്നും പുറത്തേക്ക് പോകില്ലല്ലോ. അതിൻ്റെ സേഫ്റ്റി പിന്നെ പൊട്ടിയാട്ടോ മക്കളെ. കുറേ കാലമായി, ഒരു 10 വർഷമൊക്കെ ആയിട്ടോ ഈ കുക്കറിൻ്റെ കയ്യിൽ. ഫസ്റ്റ് ഞാൻ വാടകയ്ക്ക് പോയെന്നില്ല കുക്കറാട്ടോ. അപ്പോൾ ഇതാക്കണ 10-20 മിനിറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കട്ടോ. നമ്മളോട് ശരിക്കും ബിരിയാണിയൊക്കെ ഒരു മണിക്കൂറൊക്കെ ദമ്മിൽ നിൽക്കണല്ലേ, നമ്മളോട് നിൽക്കൂല കേട്ടോ. 15-20 മിനിറ്റ് തന്നെ ഞാൻ തയ്പ്പിക്കല മക്കളെ. ഇളകിയിട്ട് വയ്ക്കൂല. നമ്മളെ ഇച്ചൊക്കെ ഇങ്ങനെ വെൽത്താലം നടക്കൂട്ടോ. നമ്മളെ കുളിക്കാനും കൂടി അയച്ചില്ല. ഞാൻ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു, ഓലൊക്കെ കുളിപ്പിച്ച് ഉറക്കിയപ്പോത്തിന് ഞാൻ വേഗം കുളിച്ച് വരാം. അപ്പോത്തിന് ഒരു 20-25 മിനിറ്റൊക്കെ ആവിച്ചു പറഞ്ഞിട്ട് കേട്ടില്ല കേട്ടോ പെണ്ണ്. അപ്പം ഞാൻ കുളിക്കണീൻ്റെ മുന്നേ അതാണ് പൊട്ടിച്ചു കൊടുത്താൽ ഓലാണ് തിന്നോളൂ ഓലോ എഴുതിക്കാണ്ട്. കുറച്ച് മഞ്ഞൾ കൂടിയിക്കണില്ലേ. പിന്നെ നമ്മളെ ലൈറ്റിൻ്റെ നല്ല കുത്തലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണ വായൻ്റെ ഇല എടുത്തുക്കണ കുട്ടികളൊക്കെ കേട്ടോ. വായൻ്റെ ഇല ആകുമ്പോൾ ഇനി വല്ലാതെ കഴുകൊന്നും വേണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈരണ്ടീച്ച ഇറച്ചിയൊക്കെ കൊടുക്കുന്നുണ്ട്. ബാക്കി ഇറച്ചി നമുക്ക് ഞാൻ അന്തികൾക്കും വേണ്ടേ, ഒരുപാട് മക്കളൊക്കെ അല്ലേ. അപ്പോൾ ഒന്നായിട്ടൊന്നും വിളമ്പിയിട്ടില്ല കേട്ടോ. ലേസീച്ചൊക്കെ ഉണ്ട് കൊടുത്തുകാണ്ട് അങ്ങോട്ട് ഒപ്പിക്കട്ടെ. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കട്ടെ കേട്ടോ. കുളിച്ചുകാണ്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോവാണ്ട്. ഉമ്മാൻ്റെ ഇപ്പം എന്താവോ, എന്തായാലും ഗ്ലൂക്കോസ് കയറ്റി വരട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ മക്കളെ നോക്കാൻ കഴിയൂല. അപ്പോൾ പണ്ടത്തെ പോലെയൊന്നും നമുക്കിപ്പോൾ ഒരു ആരോഗ്യമൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാവും. ഇപ്പോൾ കുഞ്ഞു മക്കളല്ലേ, എല്ലാ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.